ഹായ് എവരി വൺ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ സ്ക്രീൻ ക്ലിപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ എം ടി ആയിട്ടൊരു ഡോക്യുമെൻറ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നു. ഈ ഡോക്യുമെൻറ്റിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് ഡെസ്ക്ടോപ്പ് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് എന്തിൻ്റെയാണോ സ്ക്രീൻഷോട്ട് എടുക്കേണ്ടത് അത് ഈ സ്ക്രീനിൻ്റെ ബാക്കിൽ കൊണ്ട് വെച്ചിട്ട് വേണം നമ്മൾ നമ്മുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പം ഞാൻ ഡെസ്ക്ടോപ്പിലെ ഒരു ഇമേജ് എനിക്ക് ക്രോപ്പ് ചെയ്തെടുക്കണമെങ്കിൽ ഞാൻ ഡെസ്ക്ടോപ്പ് ബാക്ക് സൈഡിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇത് ചെയ്തു തുടങ്ങാൻ. സോ ഞാൻ ഇൻസേർട്ട് ടാബിൽ ചെല്ലുന്നു, സ്ക്രീൻഷോട്ട് എടുക്കുന്നു. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുക്കുമ്പം സ്ക്രീൻ ക്ലിപ്പിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ വേർഡ് ഡോക്യുമെൻറ്റ് മിനിമൈസ് ആയിപ്പോയി ബാക്കിൽ എന്താണോ ഉള്ളത് ആ സ്ക്രീൻ വരികയും അവിടെ ഒരു ലൈറ്റ് ഷെയ്ഡ് കളേഴ്സ് വരികയും കൂടി ചെയ്യും. ഓക്കെ, ഇപ്പം നമുക്ക് ഏത് പാർട്ട് വേണമെങ്കിലും ക്രോപ്പ് ചെയ്തെടുക്കാം. എനിക്കിപ്പം ഈ ഡെസ്ക്ടോപ്പിൽ ഈ ഐക്കൺ മാത്രം ക്രോപ്പ് ചെയ്തെടുത്താൽ മതി. ഞാൻ അത്രയും സെലക്ട് ചെയ്തു. ഉണ്ടോ, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഡോക്യുമെൻറ്റിൻ്റെ അകത്തേക്ക് ആ ഒരു ഇമേജ് കയറി വന്നു. ഒന്നുകൂടെ കാണിക്കാം. ഇൻസേർട്ട്, സ്ക്രീൻഷോട്ട്, സ്ക്രീൻ ക്ലിപ്പിംഗ്. ദെൻ വെയിറ്റ് ചെയ്യുക. ദെൻ ആ ലൈറ്റ് ഷെയ്ഡ് കണ്ടതിന് ശേഷം മാത്രമേ ഡ്രാഗ് ചെയ്യാവുള്ളൂ. ദെൻ നമുക്ക് വേണ്ട ഇമേജ് ക്രോപ്പ് ചെയ്ത് എടുക്കാം. ഓക്കെ, ഇനി ഞാൻ ഡെസ്ക്ടോപ്പിൽ ഒരു ക്യാറ്റ് എന്ന് പറയുന്നൊരു ഇമേജ് ഇവിടെ കിടപ്പുണ്ട്. ഞാനത് ഓപ്പൺ ആക്കി വെക്കുകയാണ്. എന്നിട്ട് ഞാൻ എൻ്റെ വേർഡ് ഡോക്യുമെൻ്റ് എടുക്കുകയാണ്. ദെൻ ഇനി ഞാൻ സ്ക്രീൻ ക്ലിപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നോക്കാം. ഇൻസേർട്ട്, സ്ക്രീൻഷോട്ട്, സ്ക്രീൻ ക്ലിപ്പിംഗ്. കണ്ടോ, ബാക്കിലുള്ള ക്യാറ്റിൻ്റെ ഇമേജാണ്. അവിടെ നിന്ന് എനിക്ക് വേണ്ട ഇത്രയും പോർഷൻസ് കട്ട് ചെയ്ത് വേണമെങ്കിൽ നമ്മുടെ ഡോക്യുമെൻറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, സോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്ത് ഡോക്യുമെൻ്റാണോ നമുക്ക് കട്ട് ചെയ്ത് അല്ലെങ്കിൽ ക്രോപ്പ് ചെയ്യേണ്ടത് അത് നമ്മുടെ സ്ക്രീനിൻ്റെ ബാക്ക് സൈഡിൽ കൊണ്ടുവരിക. ഇപ്പോൾ വേണമെങ്കിൽ എനിക്കൊരു വേർഡ് ഡോക്യുമെൻ്റ് കൂടെ ഓപ്പൺ ചെയ്യാം. കൺട്രോൾ തന്നെ അടിച്ച് ഞാൻ പുതിയൊരു ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്തു. അതിനെ ഞാൻ ബാക്കിൽ നിർത്തിയിട്ട് ഈ ഡോക്യുമെൻ്റ് ബാക്കിൽ അതുണ്ട്. അപ്പോൾ എനിക്ക് ആ വേർഡ് ഡോക്യുമെൻ്റിനകത്ത് നിന്ന് എന്തെങ്കിലും ക്രോപ്പ് ചെയ്യണമെങ്കിൽ ഇൻസേർട്ട്, സ്ക്രീൻ ക്ലിപ്പിംഗ്. എനിക്ക് വേണമെങ്കിൽ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ ഹോം ടാബിലുള്ള ഇത്രയും കാര്യങ്ങൾ വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. യെസ്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പല ബുക്സുകളും പല സ്ക്രീൻഷോട്ടുകളും ഒക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇൻസേർട്ട്, സ്ക്രീൻഷോട്ട്, സ്ക്രീൻ ക്ലിപ്പിംഗ്. ഓക്കെ, താങ്ക് യു.